സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിദിനത്തിലേക്ക് സ്വാഗതം. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം ഭക്ഷിപ്പിക്കും. പുറപ്പെടും സംഭവകാലത്തും 4-ാമത്തെ വാക്യം. സ്വർഗത്തിൽ നിന്ന് വീഴുന്ന രുചികരമായ അത്ഭുത ഭക്ഷണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ പുറപ്പാടിലെ ഇസ്രായേൽ ജനതയ്ക്കുള്ള ദൈവത്തിൻ്റെ കരുതലെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാതിരിക്കാനായില്ല. ഈജിപ്തിൽ നിന്നുള്ള നാടകീയമായ രക്ഷകനെ തുടർന്ന് മരുഭൂമിയിൽ പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ദൗർലഭ്യത്താൽ ജനങ്ങൾ കാര്യമായ വെല്ലുവിളി നേരിട്ടു. ജനങ്ങളുടെ ദുരിതം കണ്ട ദൈവം ആകാശത്ത് നിന്ന് അപ്പം ഭക്ഷിപ്പിക്കും എന്ന് വാഗ്ദാനം ചെയ്തു. പുറപ്പെടും പുസ്തകം 4-ാമത്തെ വാക്യം. പിറ്റേന്ന് രാവിലെ മരുഭൂമിയിൽ ആകെ ഒരു നേരിയ വസ്തു പൊഴിഞ്ഞു കിടക്കുന്നു. മഞ്ഞ എന്നറിയപ്പെടുന്ന ഈ ദൈനംദിന ആഹാരം 40 വർഷത്തോളം തുടർന്നു. യേശു മരുഭൂമിയിൽ വന്നപ്പോൾ ജനക്കൂട് അത്ഭുതകരമായി അപ്പം നൽകിയപ്പോൾ ദൈവം അവനെ അയച്ചതാണെന്ന് ആളുകൾ വിശ്വസിപ്പാൻ തുടങ്ങി. യോഹന്നാൻ സുവിശേഷം 6-ാം വാക്യങ്ങൾ. എന്നാൽ താൻ തന്നെയാണ് ജീവന്റെ അപ്പം എന്ന് വാക്യം 35. താൽക്കാലിക അപ്പമല്ല, നിത്യജീവൻ നൽകുവാനാണ് താൻ വന്നതെന്നും വാക്യം 51 യേശു പഠിപ്പിക്കുന്നു. ആത്മീയ ആഹാരത്തിനായി ആഗ്രഹിക്കുന്ന നമുക്ക് ദൈവത്തോടൊപ്പം അനന്തമായ ജീവൻ യേശു വാഗ്ദാനം ചെയ്യുന്നു. ആഴത്തുള്ള നമ്മുടെ ആത്മാവിൻ്റെ വാഞ്ചിയെ തൃപ്തിപ്പെടുത്താനാണ് അവൻ വന്നത് എന്ന് നമുക്ക് വിശ്വസിക്കുകയും അവനെ ആശ്രയിക്കുകയും ചെയ്യാം. യേശുവിനെ നിങ്ങൾക്ക് ആവശ്യമാണ് നിങ്ങൾ എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? എങ്ങനെയുള്ള ആത്മീയ സംതൃപ്തിയാണ് നിങ്ങൾ അവനോട് അനുഭവിച്ച് പ്രാർത്ഥിക്കാം. യേശുവെ, എനിക്ക് ദൈവമായുള്ള ബന്ധം ആസ്വദിപ്പാൻ നിന്റെ ജീവനെ നൽകുവാൻ നീ ഭൂമിയിലേക്ക് വന്നതിനാണ് നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.